ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ഓർത്തിട്ട് ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഓർക്കുക, അങ്ങനെ ഓർത്തിട്ട് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന കാർഡുകളിൽ 3 കാർഡ് വെക്കും. അപ്പോൾ ആ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുന്നു. അതായത് ആ കാര്യം നടക്കുമോ ഇല്ലയോ, അഥവാ ഇനി നടക്കുമെങ്കിൽ അത് എപ്പോൾ നടക്കും, അതേപോലെ തന്നെ നടക്കില്ല എങ്കിൽ നടക്കുവാൻ, ആ കാര്യം സാധിച്ചു കിട്ടുവാൻ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക, യൂണിവേഴ്സ്, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം സാധിക്കുമോ, അത് നടക്കുമോ ഇല്ലയോ, അത് എപ്പോൾ നടക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു 3 കാർഡ് വെക്കും. അപ്പോൾ ആ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാവും, യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ മിക്ക ആൾക്കാർക്ക് അറിയാം എന്താണ് യൂണിവേഴ്സ് എന്നുള്ളത്. അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യൂണിവേഴ്സ് എന്താണെന്നുള്ളത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് അത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായി ഈ 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 5 ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് 90% നെഗറ്റീവും 10% പോസിറ്റീവും ആണെന്ന്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ എന്ത് കാര്യം ഓർത്താണോ ഈ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തത്, ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടും. പക്ഷെ
ഒരല്പം നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. കുറച്ച് കാത്തിരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതേപോലെ തന്നെ ആ കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികളും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അങ്ങനെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യണ്ട. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ ഓർത്ത, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ ഇനി അതിനു വേണ്ടി ട്രൈ ചെയ്തില്ലെങ്കിൽ പോലും, നേരായ മാർഗത്തിലായാലും നിങ്ങളത് ട്രൈ ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടന്നിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത്, ചില വ്യക്തികൾ, ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മനസ്സ് ഭയങ്കരമായിട്ട് ഉടഞ്ഞ് വിഷമിച്ച് കഴിയുന്ന അവസ്ഥ ഇവിടെ യൂണിവേഴ്സ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് വീണ്ടും അറിയിക്കുന്നത്. നിങ്ങൾ എത്ര ചിന്തിച്ചാലും എത്ര ശ്രമിച്ചാലും ആ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നടക്കത്തില്ല. അത് ഏത് കാര്യമായാലും ഏത് പ്രശ്നമായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഔട്ടാകുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നടക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോട് എടുത്തു പറയുന്നു, പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. മനസ്സ് വിഷമിപ്പിക്കാതെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നു കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പ്രശ്നത്തിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് ആ പ്രശ്നം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ദഹന പ്രശ്നം പ്രത്യേകിച്ച് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക, വിഷമിക്കാതിരിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. ആ അസുഖത്തിൽ നിന്ന് പോലും നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരുന്നതായി, ഒരു അസുഖവും നിങ്ങളെ ബാധിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക. ഹോസ്പിറ്റലിൽ പോകേണ്ട അസുഖമാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. ഹോസ്പിറ്റലിൽ പോവുക, അത് പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ട് മാറുന്നതായിരിക്കും. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയും. അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, നിങ്ങൾ ലക്ഷ്യം നോക്കിയുള്ള യാത്രയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ഏത് കാര്യം ഓർത്താണോ ഈ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തത്, തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ യാത്ര പോകുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഇതുവരെ യാത്ര വന്നില്ല, അവരെ തേടി ഉടൻ തന്നെ ഒരു യാത്ര വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോകുന്ന യാത്ര അത് എന്തിനെ ചൊല്ലിയാണോ, ഏത് കാര്യത്തിന് വേണ്ടിയാണോ ആ കാര്യം വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഭവനമില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉടൻ തന്നെ ഭവനം നിർമ്മിക്കുവാനുള്ള സമ്പത്ത് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതിനുള്ള ഉറവിടങ്ങൾ, സോഴ്സ് നിങ്ങൾക്ക് ഉടൻ തന്നെ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ആ ആഗ്രഹം ഉടൻ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്രണയബന്ധത്തിൽ ആയിരുന്നു. അത് വേർപെട്ടു പോയ ചില വ്യക്തികളുണ്ട്. അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ചില ദോഷങ്ങൾ നിങ്ങളെ ചുറ്റി വളഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്കപ്പ്
നിങ്ങൾ തമ്മിൽ ഉണ്ടായെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ പ്രണയബന്ധം ഉടൻ തന്നെ വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ ശക്തിയാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ വീട്ടിൻ്റെ അകത്ത് വഴക്ക്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ല, സ്വരച്ചേർച്ചയില്ല, മുഖത്തോട് മുഖമൊക്കെ ദേഷ്യം. അപ്പോൾ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അവർക്കും അവർ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ജോലി ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം നടക്കാതെ ഒരുപാട് നോക്കി പക്ഷെ ഒന്നും സെറ്റ് ആവുന്നില്ല, അങ്ങനത്തെ ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഉടൻ തന്നെ അവർക്ക് പറ്റിയ തുണയെ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ചില വ്യക്തികൾ പരസ്പരം പിരിഞ്ഞു പോയി, ഡിവോഴ്സായി പോയി, അവർ വീണ്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നിങ്ങൾ വിഷമിക്കേണ്ട, ഉടൻ തന്നെ നിങ്ങൾ ഒന്നിക്കും, നല്ലൊരു കുടുംബജീവിതം ഇനി അങ്ങോട്ട് മുൻപോട്ട് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് കാര്യം ഓർത്താണോ ഈ കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തത്, ആ കാര്യം നിങ്ങൾക്ക് ഉടൻ തന്നെ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക. അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഏസ് ഓഫ് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു വലിയൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി നിങ്ങൾ അറിയിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉടൻ വരാൻ പോകുന്നു. ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ആയിരുന്നു അങ്ങനെയല്ല, ഇനി അതിലൊരു മാറ്റം വരാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഈ ഒരു മാറ്റത്തിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ആ മാറ്റത്തെ ആരെ കൊണ്ടും തടുക്കാൻ ആകത്തില്ല. സാധാരണ ഒരു വ്യക്തി അല്പം ഒന്ന് ഹൈ ആയി വന്നു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കൊരു ബ്രേക്ക് ആവും. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. പക്ഷേ നിങ്ങൾക്കിനി അങ്ങോട്ടുള്ള ലൈഫ്, മുൻപോട്ടുള്ള ജീവിതം അങ്ങനെയല്ല. ഹൈ ആയി നിങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കും. അതിനൊരു അവസാനമില്ല, ഒരു ബ്രേക്ക് ഇല്ല. ആ രീതിക്ക് നിങ്ങൾ വളരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായി അറിയിക്കണം. കാരണം ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വളരെ വിഷമിച്ച്, കാരണം കഷ്ടപ്പാടും ദുരിതവും തടസ്സങ്ങളും ബ്രേക്കപ്പുകളും എല്ലാമായിട്ട് എവിടെ പോയാലും ആരും സ്നേഹിക്കത്തില്ല. എന്തുമാത്രം സ്നേഹം വാരിക്കോരി കൊടുത്താലും തിരിച്ച് നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ സ്നേഹമെല്ലാം വെറുതെ ആയിപ്പോകും. നിങ്ങൾ എന്തൊക്കെ നന്മ ആർക്കൊക്കെ ചെയ്താലും ആ നന്മകളൊന്നും അവർ കാണത്തില്ല. അവർക്ക് നന്മ ചെയ്യാത്ത വ്യക്തികളെ വരെ അവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. പക്ഷേ നന്മ ചെയ്ത നിങ്ങളെ എടുത്ത് ഉമിഴ്ന്ന് കളയും, ദൂരെ കളയും. ആ ഒരു സിറ്റുവേഷനിൽ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ച് കഴിയുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായി അറിയിക്കുക. നിങ്ങൾ വിഷമിക്കുക, നിങ്ങളെ മാറ്റി നിർത്തുക, നിങ്ങളെ ആട്ടിത്തുപ്പിയ ആ ആൾക്കാരുടെ അവരുടെ മധ്യത്തിൽ നിങ്ങൾ വളരെ ഹൈ ആയിട്ട് ഉയരാൻ പോയാണ്. ഇന്ന് മുതൽ അത് സ്റ്റാർട്ടായി കഴിയും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഇത്രയും വർഷത്തെ ആ കഷ്ടപ്പാടൊക്കെ മാറി ഒരിക്കലും ആരെ കൊണ്ടും സ്റ്റോപ്പ് ആകാത്ത രീതിയിൽ നിങ്ങൾ ഉയർന്നു പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് വീണ്ടും വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുകയാണ്. ഹാപ്പി ആയിട്ട് ഇരുന്നുകൊള്ളുക. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുക. ഇനി നിങ്ങൾ വിഷമിക്കരുത്, ഒന്നും ഓർത്ത് വിഷമിക്കല്ലേ. പോയതൊക്കെ 100 മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ എന്ത് കാര്യം ഓർത്താണോ ഈ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തത്, അത് ഉടൻ തന്നെ നിങ്ങൾക്ക് നടക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മനസ്സ് വിഷമിക്കാതെ മുൻപോട്ട് പോകും. എല്ലാം വളരെ പെട്ടെന്ന് ഉടൻ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് വീണ്ടും അറിയിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ഭാഗ്യങ്ങളും
ധാരാളം ഉണ്ടാകട്ടെ.